ഹായ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ടോപ്പിക് മറ്റൊന്നുമല്ല, മൈൻഡ്ഫുൾനെസ്. ഈ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഞാൻ മുമ്പും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഞാൻ 2 ടെക്നിക്സാണ് പറയാൻ പോകുന്നത്, മൈൻഡ്ഫുൾനെസ് എങ്ങനെ നിലനിർത്താം എന്നതിനെ പറ്റി. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ ചെയ്യുന്ന ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ ജോലികളിലും നമ്മൾ മനസ്സിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുക. അതായത് ഏത് ജോലി ചെയ്യുമ്പോഴും നമ്മൾ മനസ്സുകൊണ്ടാണ് ചെയ്യണത് എന്ന് വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജോലി ചെയ്യുകയാണെന്നുള്ളൊരു തോന്നൽ തന്നെ ഉണ്ടാവില്ല. ജീവിതം തന്നെയാണ് സംഭവിക്കുന്നത്, നമ്മുടെ ജീവിതം തന്നെയാണ് സംഭവിക്കുന്നത് എന്നൊരു തോന്നൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് നടന്നു പോവുകയാണെങ്കിൽ തന്നെ ഓരോ പാദവും മനസ്സുകൊണ്ട് വയ്ക്കുകയാണെന്നുള്ള രീതിയിൽ നമ്മൾ നടക്കുകയാണെങ്കിൽ അതിനൊരു മൈൻഡ്ഫുൾനെസ് എന്ന് പറയാൻ പറ്റും. നമ്മുടെ പ്രസൻറ്റ് മൂമെൻറ്റിലാണ് നമ്മുടെ മൈൻഡ് ഇരിക്കുന്നത് എന്ന് പറയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് 2 രീതിയിലാണ് പോകുന്നത്, ഒന്ന് പാസ്റ്റിലേക്കും ഒന്ന് ഫ്യൂച്ചറിലേക്കും. പാസ്റ്റിൽ നടന്ന ഒരുപാട് നല്ല കാര്യങ്ങളും ചിന്തിക്കാം, മോശം കാര്യങ്ങളും മനസ്സ് ചിന്തിക്കും. പിന്നെ ഫ്യൂച്ചറിലുള്ള പല കാര്യങ്ങളെപ്പറ്റി ചിലപ്പോൾ പല കാര്യങ്ങളെപ്പറ്റി ഭയം ഉണ്ടാവും, അല്ലെങ്കിൽ പല കാര്യങ്ങളെപ്പറ്റി ശുഭാപ്തി വിശ്വാസവും ഉണ്ടാവും. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സ് പ്രസൻറ്റ് മൂമെൻറ്റിൽ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത്. അതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ ചെയ്യുന്ന ഓരോ ദൈനംദിനമായ ജോലികളിലും നമ്മുടെ മനസ്സിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുക. എല്ലാം മനസ്സുകൊണ്ടാണ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ നമ്മൾ മൈൻഡ് കൊണ്ടാണ് ഓരോ സ്റ്റെപ്പും ആയിരിക്കും നടക്കുന്നതെന്ന് രീതിയിൽ ചെയ്യുക. അത് നമ്മുടെ കോൺഫിഡൻസും നല്ല രീതിയിൽ കൂട്ടാൻ സഹായിക്കും. രണ്ടാമതൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഒരു സ്ഥലത്ത് ഇരുന്ന് നമ്മൾ കണ്ണടച്ചിരിക്കുക. നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്കൊരു തോട്ട് വരും. ആ തോട്ടിനെ നമ്മൾ ഫ്രീ ആയിട്ട് വിടുക, നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ആ തോട്ട് വരട്ടെ എന്ന രീതിയിൽ തന്നെ ആ തോട്ടിനെ പറ്റി ഒബ്സർവ് ചെയ്യുക. നമ്മൾ പറയുമല്ലോ, നമ്മളൊരു ക്ലാസ്സിൽ പിള്ളേർ വർത്തമാനം പറയുമ്പോൾ ഏതെങ്കിലും ടീച്ചർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടീച്ചർ ഒരു നോട്ടം നോക്കുകയാണെങ്കിൽ, ആ കുട്ടീനെ നോട്ടം നോക്കുകയാണെങ്കിൽ ആ പിള്ളേർ മിണ്ടാതിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുക, നമ്മൾ തോട്ടിനെ ഒബ്സർവ് ചെയ്യും, ഓരോ തോട്ടിനെയും ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഒരു തോട്ട് വരികയാണെങ്കിൽ അതിനെ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ ബ്രീത്തിങ്ങിലോട്ട് വരിക. ഇൻഹെയിൽ എക്സെയിൽ ഒരു പ്രാവശ്യം ചെയ്യുക. അപ്പോൾ നമ്മൾ ബ്രീത്തിങ്ങിലോട്ട് സ്വാഭാവികമായിട്ട് വന്നിട്ട് ആ ഇൻഹെയിലിനെയും എക്സെയിലിനെയും നമ്മൾ മൈൻഡ്ഫുൾനെസ്സായിട്ട്, അതായത് നമ്മൾ ബ്രീത്ത് ചെയ്യാണ്, അതേപോലെ ബ്രീത്ത് ഔട്ട് ചെയ്യുകയാണെന്നുള്ള മൈൻഡ്ഫുൾനെസ്സായിട്ട് തന്നെ നമ്മൾ ബ്രീത്ത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് തോട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. അതിനെയും ഇതേമാതിരി ഒബ്സർവ് ചെയ്യുക. ഓരോ തോട്ടും ഒബ്സർവ് ചെയ്യുന്ന മാതിരി തന്നെ ആ ഒരു തോട്ടിനെയും ഒബ്സർവ് ചെയ്യുക. ഫ്രീ ആയിട്ട് തന്നെ വരട്ടെ, നമ്മുടെ തോട്ട് മനസ്സിലോട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. പിന്നെയും വീണ്ടും നമ്മൾ ബ്രീത്തിങ്ങിലോട്ട് ശ്രദ്ധിക്കുക. ഇൻഹെയിൽ ചെയ്യുക, എക്സെയിൽ ചെയ്യുക വീണ്ടും. അതും ആ ഇൻഹെയിൽ ചെയ്യുമ്പോഴും എക്സെയിൽ ചെയ്യുമ്പോഴും നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും പുറത്തോട്ട് വിടുമ്പോഴും വളരെയധികം മനസ്സാന്നിധ്യത്തോടു കൂടി ചെയ്യുക. ഇത് 1 മാസം നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ തോട്ടുകൾ, നമ്മളും നമ്മുടെ മൈൻഡും നമ്മുടെ തോട്ടും തമ്മിലുള്ള അകലം വളരെ കൂടാൻ തുടങ്ങും. അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് വളരെ കൂടും. അപ്പോൾ നമ്മുടെ ചിന്തകളിൽ നിന്ന് നമുക്കൊരു ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാൻ ഈ ഒരു പ്രാക്ടീസ് സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചും ഈ ഒരു കാര്യമാണ്. നമ്മുടെ മൈൻഡ്ഫുൾനെസ് നല്ല രീതിയിൽ നിലനിർത്താനുള്ള 2 പ്രാക്ടീസസാണ്. നമ്മുടെ മൈൻഡ്ഫുൾനെസ് നല്ല രീതിയിൽ നിലനിർത്തുകയാണെങ്കിൽ നല്ല ജോലിയിലൊക്കെ നല്ല രീതിയിൽ എക്സൽ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ടു ഓൾ.